ആ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഒരു മെഷീൻ ആണെങ്കിൽ പോലും അത് സംരക്ഷിക്കുകയാണെങ്കിൽ, ആ തുറന്നു പറയാനുള്ള സാധ്യതയെ നിലനിർത്തുകയാണെങ്കിൽ അത് വരും കാലത്തേക്ക് വലിയ ഒരു ഈടുവപ്പാണ്, ഒരു സംശയവുമില്ല. ആ നിലയിൽ ഇതിന്റെ ഒരു സ്വാതന്ത്ര്യവും സത്യസന്ധതയും ഒക്കെ എലോൺ മാസ്ക് നിലനിർത്തി കൊണ്ടുപോകും എന്നുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിലേക്ക് പ്രതീക്ഷ. എന്താ പറയാ, ഇവിടുത്തെ ഒരു യുക്തിവാദിയുടെ മാസികയിലെ ഒരു സാധനം അനുകൂലമായി വന്നാൽ കോട്ട് ചെയ്തെടുക്കണേ, ഇതിൽ നമ്മളതിനെ എന്ത് ചെയ്യണുള്ളൂ, അതിനെടുക്കണുള്ളൂ. തിരിച്ചു വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഭൂമി പരന്നതാണ് എന്ന് ഈ പറയുന്ന സംഭവം പറഞ്ഞിട്ടുണ്ട് എന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. നമുക്കറിയാം AI കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് സാധാരണ പറയാറുണ്ട്. AI എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി. നിർമ്മിത ബുദ്ധി എന്ന് പറയുമ്പോൾ അത് ഒരുപാട് ഡാറ്റ നമ്മൾ അതിന് കൊടുക്കുകയും, ഒരു മെഷീൻ നമ്മൾ ഒരുപാട് ഡാറ്റ കൊടുക്കുകയും ആ ഡാറ്റ ആ മെഷീൻ അനലൈസ് ചെയ്യുക, അതിനെ പഠിച്ച് അതിൽ നിന്ന് നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്കുള്ള ഒരു ഉത്തരം അത് കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ഒരു ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതിനേക്കാൾ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം നമ്മുടെ ചോദ്യത്തിന് തരുന്നു എന്നുള്ളതാണ് AI നമ്മൾ സാധാരണക്കാർ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ സാധാരണ കാണാറുള്ളത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നാളെ നമുക്കൊരു പരീക്ഷ നടക്കുകയാണ്. ഈ പരീക്ഷയ്ക്ക് നാളെ ഒരു വൈവ പരീക്ഷയാണെങ്കിൽ ഇന്ന വിഷയത്തിൽ എനിക്ക് നാളെ ഒരു പരീക്ഷ നടക്കുകയാണ്, അതിൽ വരുന്ന ചോദ്യങ്ങൾ ഒന്ന് ലിസ്റ്റ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യങ്ങൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് തരുന്ന രീതിയിലുള്ള ഒരു സംവിധാനം നമുക്ക് ഒരു സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നമ്മൾ കാണാറുള്ളത്. റീസെൻ്റ്ലി ഇങ്ങനെ ഒരുപാട് AI മെഷീനുകൾ പ്രചാരത്തിലെത്തുകയും ഇപ്പോൾ നമുക്കറിയുന്നുണ്ടാവും. ഡീപ് സീക്ക് പോലെയുള്ള ചൈനയുടെ ഒരു AI വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ OpenAI, നമ്മുടെ ChatGPT ഉണ്ട്. റീസെൻ്റ്ലി വളരെ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായ ഒരു സംഗതിയാണ് ഗ്രോക്ക് AI അഥവാ ട്വിറ്റർ. മുമ്പ് ട്വിറ്റർ ആയിരുന്നു, ഇപ്പോൾ എക്സ്, ഇലോൺ മസ്കിൻ്റെ ഒരു AI ആണ് ഗ്രോക്ക് AI. അതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുകയാണ്. അപ്പോൾ ആ ചർച്ചയുടെ പശ്ചാത്തലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഹാസ്യാത്മകമായിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടി ഇൻഫർമേഷൻ അൺഫിൽറ്റേർഡ് ആയിട്ട് പറയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വ്യത്യസ്തതയായിട്ട് സാധാരണ പറയാറുള്ളത്. അപ്പോൾ നമ്മളതിലേക്ക് വരുമ്പോൾ ഈ ഗ്രോക്ക് AI മറ്റ് AIകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അത് തുറന്നിടുന്ന സാധ്യതകൾ എത്രത്തോളം ആയിരിക്കും? സാധാരണ പറയുന്നത് സത്യസന്ധത ഉണ്ട് എന്നുള്ള നിലക്കാണ് ചില ആളുകൾ പറഞ്ഞത്. ഗ്രോക്ക് AIക്ക് പ്രത്യേകിച്ചൊരു സവിശേഷതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് എത്രത്തോളം ഉണ്ടാവും? നമ്മളെ കുട്ടിക്കാലത്ത് ഈ സ്ഥിരമായിട്ട് ഈ കുറത്തികൾ വരും. അവരുടെ കയ്യിൽ ഒരു കെട്ട് കാർഡുണ്ടാവും, ഒരു തത്തയുണ്ടാവും. അപ്പോൾ ഈ കാർഡ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തത്ത ഇതെന്ത് ചെയ്യും, ഒരു കാർഡ് എടുക്കും. ആരല്ല എടുക്കുന്നത്, ഈ പറയുന്ന കുറത്തിയല്ല. അപ്പോൾ അത് സത്യസന്ധമായിട്ട് സെലക്ട് ചെയ്യുന്നതാണ് ഈ കാർഡ്, അല്ലെങ്കിൽ അതിൻ്റെ അതീന്ദ്രിയ ജ്ഞാനം വഴി സെലക്ട് ചെയ്യുന്നതാണ് ഈ കാർഡ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാക്കി എല്ലാ കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ തത്ത പറയുന്ന സത്യങ്ങളാണ് അവിടെ, അല്ലാതെ കുറത്തി പറയുന്നതല്ല. ഇവിടെ ഒരു മെഷീൻ ഒരു സത്യം പറയുക, അല്ലെങ്കിൽ സത്യം മാത്രം പറയുന്നൊരു മെഷീൻ എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു കൗതുകമുണ്ട്. ഇതാണ് പൊതുവെ ഇതിൻ്റെ ഒരു ബാഹ്യമായ തലത്തിൽ പലപ്പോഴും ഇതിൻ്റെ ആകർഷണീയത എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മൾ ഇതിപ്പോൾ ആദ്യത്തെ ഒരു AI ഇത്തരത്തിലുള്ളൊരു AI ടൂളല്ല, മറിച്ച് ഏറ്റവും അപ്പോൾ ചൈനയുടെ വന്നപ്പോഴും ഇതുപോലെ തന്നെ വലിയൊരു ഹൈപ്പ് ഉണ്ടായി. ബാക്കി എല്ലാത്തിൻ്റെ തട്ടിമറിച്ചു എന്നുള്ള രൂപത്തിൽ ചെയ്തു. അത് കഴിയുമ്പോഴാണ് അപ്പം ചെയ്യുന്നത് ഈ ഗ്രോക്ക് വരുന്നത്. പക്ഷേ നമ്മൾ കുറച്ചൊരു സത്യസന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഇത്രയും വലിയൊരു പോപ്പുലാരിറ്റിയിലേക്ക് പോകാനുള്ള പ്രധാന കാരണം കേരളത്തിൽ പ്രത്യേകിച്ചും BJPയെക്കുറിച്ച്, അല്ലെങ്കിൽ മോദിയെക്കുറിച്ച്, RSSനെ കുറിച്ച് ഒക്കെയുള്ള കുറേ ചോദ്യങ്ങൾ അതിനോട് ചോദിച്ചു. അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ പൊതുവേ ഇവിടുത്തെ ഒരു ലിബറലോ അല്ലെങ്കിൽ പുരോഗമന ചിന്താഗതിക്കാരെന്നൊക്കെ പറയുന്നവർ ആഗ്രഹിക്കുന്ന ഉത്തരങ്ങൾ അത് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അതിനെന്ത് ചെയ്തു, പിന്നെ ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ മുസ്ലിങ്ങൾക്ക് എന്ത് ചെയ്തു, സന്തോഷമായി. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു പോപ്പുലാരിറ്റിയുടെ നിദാനം എന്ന് പറയുന്നത്. എന്നാൽ ഇതേ സമയം ഇപ്പോൾ സിഖ് കലാപത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ബാബരി മസ്ജിദിൻ്റെ തകർച്ചയിൽ കോൺഗ്രസിന് തുല്യമായ പങ്കില്ലേ എന്നൊക്കെ ചോദിച്ചു നിൽക്കുക. അവിടെ എന്തു ചെയ്യും, ഇത് അത്ര തന്നെ സത്യസന്ധമായിട്ടുള്ളൊരു ഉത്തരമായിരിക്കണത് നൽകുന്നത്. അപ്പം ഇതിലൊന്നാമത്തെ വിഷയം, ഇതിൻ്റെ പിറകിലുള്ളത് എലോൺ മസ്കാണ്. എലോൺ മസ്ക് നമ്മൾ കണ്ടിടത്തോളം ഹ്യൂമാനിറ്റിയോട് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് സോഫാറുള്ള അതായുള്ള പൊളിറ്റിക്കൽ മാത്രമല്ല, ഇത്ര പൊളിറ്റിക്കലായിട്ടുള്ളൊരു ബിസിനസ് മാൻ ഒരു പക്ഷേ നമ്മുടെ ഈ ലോകത്തിപ്പോൾ ഉണ്ടാവില്ല. അദ്ദേഹം നേരിട്ട് തന്നെ തൻ്റെ പൊളിറ്റിക്കൽ അഫിനിറ്റി, ലീനിയൻസ് ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ട്രംപിനോടൊപ്പം നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ ഇദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത് എത്രത്തോളമാണ് എന്ന് നമ്മൾ നല്ലവണ്ണം ആലോചിക്കേണ്ടത്. രണ്ടൊരു ക്രേസിയായ ഒരു വ്യക്തിയാണ് അദ്ദേഹം.
അപ്പോൾ ഇപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ സത്യം പറയുന്നതായിട്ട് നമുക്ക് തോന്നുമ്പോൾ തന്നെ ഇത് തൻ്റെ ഒരു തരം ഒരു ക്രേസി അപ്രോച്ചിൻ്റെ ഭാഗമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഇതിനെയും ഒരു പൊളിറ്റിക്കൽ ടൂളായി തന്നെ ഉപയോഗിക്കുന്നതായിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് കരുതാം. കാരണം അമേരിക്ക എത്ര എളുപ്പത്തിലാണ് മോദിയെയും ഇന്ത്യയെയും വരുതിയിൽ കൊണ്ടുവന്നത് നമുക്കറിയാം. അതായത് വളരെ പെട്ടെന്ന് അദ്ദേഹം വിസിറ്റ് ചെയ്യുന്നു ഒക്കെ ചെയ്യുമ്പോഴും പിന്നെ കച്ചവട ഡീലുകൾ മാത്രമാണ് ഉറപ്പിക്കുന്നത്. അമേരിക്കയുടെ ഭാഗത്ത് യാതൊരു മാറ്റങ്ങളും ഉണ്ടാവുന്നില്ല. അപ്പോൾ സമാനമായ രീതിയിൽ നമ്മൾക്കൊരു ഗ്രോക്കില്ല, നമുക്ക് ഇത്തരത്തിലുള്ള ടൂളില്ല. അതുകൊണ്ട് തന്നെ ഈ മീഡിയ എന്ന് പറയുന്നത് BJPയും ഭയപ്പെടുന്നൊരു സാധനമാണ്. ആ മീഡിയ അവർക്ക് അനുകൂലമായിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും അത് ജനസ്വാധീനത്തെ ബാധിക്കാം, പോപ്പുലാരിറ്റിയെ ബാധിക്കും, വോട്ടിനെ ബാധിക്കാം. അപ്പോൾ ഗ്രോക്ക് ഏതെങ്കിലും രീതിയിൽ അവരെ പിന്തുണയ്ക്കേണ്ട ഒരു ആവശ്യകത അവർക്ക് വരും. ഗ്രോക്ക് ഉദ്ദേശിച്ചാൽ അത്തരത്തിലുള്ള AI ടൂളുകളും അതിനുവേണ്ടി ഒരു പക്ഷേ ഒരു മുഴം മുന്നിലെറിഞ്ഞുകൊണ്ടുള്ള കളിയായിരിക്കാം എന്ന് കരുതിയാലും ഇതിനകത്തില്ല, തെറ്റൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ ഇവിടെ നമ്മൾ കരുതുന്ന രൂപത്തിലുള്ളൊരു വലിയ ഈ റെവലേഷൻസ് ഒന്നും ഇത് കൊണ്ടുവരുന്നില്ല. അപ്പം ഈ പറയുന്ന RSSനെ കുറിച്ചുള്ള ഇത് നൽകുന്ന ഇൻഫർമേഷൻ ഇതിനേക്കാളും എത്രയോ വിശാലമായി ഡെപ്തിൽ ഇവിടെ എഴുതപ്പെട്ട പുസ്തകങ്ങളില്ലേ. മോദിയെക്കുറിച്ച് ചർച്ചകൾ ഇവിടെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നില്ലേ. ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടില്ലേ. അതിനെക്കുറിച്ചൊക്കെ വംശീയ ഹത്യകളെക്കുറിച്ചാണെങ്കിലൊക്കെ തന്നെ വലിയ തോതിലുള്ള പുസ്തകങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഡോക്യുമെൻറ്റ്സൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതിനേക്കാൾ കൂടുതലൊന്നും ഇപ്പോൾ ഈ ഗ്രോക്കിന് പറയാനൊന്നുമില്ല. മറിച്ച് എന്ത് മാത്രമേ ഉള്ളൂ, ഇന്നിപ്പോൾ ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഏതാണ്ട് തടയപ്പെട്ടൊരവസ്ഥയിലാണ്. നമുക്ക് തുറന്നു പറയാൻ പറ്റാത്ത വിധം ഇന്ത്യയുടെ ഒരു സാഹചര്യം മാറിക്കഴിഞ്ഞിട്ട് അവിടെയാണ് തത്തൻ്റെ ഉദാഹരണം പറഞ്ഞത്. അപ്പം ചിലർ തത്തനെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ നമ്മൾ സേഫാണല്ലോ. ആ രീതിയിൽ ഒരു പക്ഷേ ഇതിനകത്ത് ഒരു സാധ്യത കാണുന്നു എന്നുള്ളതാണൊന്ന്. എന്നാൽ വേറൊരു വശം എന്താ വെച്ചാൽ നമ്മൾക്കറിയാം ജനാധിപത്യത്തിൻ്റെ ഒരു കാതലാണ് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ആ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഒരു മെഷീനാണെങ്കിൽ പോലും അത് സംരക്ഷിക്കുകയാണെങ്കിൽ, ആ തുറന്നു പറയാനുള്ള സാധ്യതയെ നിലനിർത്തുകയാണെങ്കിൽ അത് വരും കാലത്തേക്ക് വലിയൊരു ഈടുവെപ്പാണ്, ഒരു സംശയവുമില്ല. ആ നിലയിൽ ഇതിൻ്റെ ഒരു സ്വാതന്ത്ര്യവും സത്യസന്ധതയുമൊക്കെ എലോൺ മാസ്ക് നിലനിർത്തി കൊണ്ടുപോകും എന്നുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിലേക്ക് പ്രതീക്ഷ നൽകുന്നു എന്നാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും സംശയം ചോദിക്കുമ്പോൾ നമുക്ക് പറയുന്നത് നമ്മളാരുമല്ല, എലോൺ മസ്കിൻ്റെ ഗ്രോക്കറോട് ചോദിച്ചു നോക്കൂ എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന മുസ്ലിങ്ങളാവുമല്ലോ, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ ജനാധിപത്യവാദികളാവില്ല. അപ്പോൾ ആ നിലയ്ക്കുള്ളൊരു സാധ്യത അതിനകത്തുണ്ട്. പക്ഷെ നമുക്കൊരു വേറൊരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ വന്ന ഈ ടൂളുകളൊക്കെ തുടക്കത്തിൽ സത്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നെ റെഗുലേഷൻസ് വരുന്നു, നിയന്ത്രണങ്ങൾ വരുന്നു. അപ്പോൾ അത് ചില കാര്യങ്ങളിൽ തുറന്നു പറയണത് എനിക്കത് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നാളെ ഗ്രോക്കും ഈ രീതിയിലാവാം എന്ന് തന്നെയാണ്. അത് മാത്രമല്ല ഇതൊരു ഇപ്പം നമ്മുടെ മറ്റേ സുക്കൻബർഗിൻ്റെ ഈ സാധനങ്ങൾ, ഇത് ഫേസ്ബുക്കും മറ്റേ ഇൻസ്റ്റയും മറ്റൊക്കെ, ഇവരിപ്പോൾ അവസാനം പ്രഖ്യാപിച്ചത് എന്താണ്, ഇതിനകത്തെ സെൻസറിങ് ഒഴിവാക്കുകയാണെന്നാണ്. ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഏത് ഹെയ്റ്റും ഇതിൽ പ്രചരിപ്പിക്കാൻ കഴിയുന്നൊരവസ്ഥ ഉണ്ടാവുന്നതാണ്. പബ്ലിക്കിന് എന്ത് ചെയ്യാം പറയാന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു ടീമുണ്ട്, ഇതിനെ വർക്ക് ചെയ്യുന്ന ഒരു ടീമുണ്ടല്ലോ. ഈ ടീമിൻ്റെ ഒരു മൈൻഡ് സെറ്റോ അല്ലെങ്കിൽ അവരുടെ വർക്കിംഗ് ആൽഗോരിതം ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിനിപ്പോൾ ഈ രീതിയിൽ നിയന്ത്രിക്കുന്നത്. പക്ഷെ ഇതിനെ വേറൊരു രീതിയിൽ സ്വതന്ത്രമാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ പൊതു സ്വഭാവങ്ങൾ പൂർണ്ണമായിട്ടും മാറാനൊക്കെ സാധ്യതയുണ്ട്. അവൻ നമ്മളെന്ന് ഇതിനൊരു വലിയ, ഇനിയിപ്പോൾ ഇതന്നെ ആലോചിച്ചു നോക്കി, ഇതിപ്പോൾ ഈ ആഫ്രിക്കൻ ഭരണാധികാരികളെക്കുറിച്ചോ റേഷ്യസത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചാൽ എന്തുത്തരങ്ങളായിരിക്കും നൽകുക എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മളെന്ന് ആളുകൾ ഒരു പക്ഷേ അമിതമായ ഒരു പ്രതീക്ഷ ഇതിൽ വെച്ച് പുലർത്തുന്നത് ശരിയല്ല എന്നുള്ളത് പ്രധാനമാണ്. രണ്ടാമത് ഞാൻ കരുതുന്ന പക്ഷം വെച്ചാൽ ഇത് വേണമെങ്കിൽ ഒരു മാർക്കറ്റിംഗ് തന്ത്രവുമാവാം. അപ്പോൾ ഒരുപാട് AI ടൂളുകൾക്കിടയിൽ ഇതിന് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് പോപ്പുലാരിറ്റി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് ആളുകൾക്കിടയിൽ ഒരു ജനസമ്മതി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഉള്ള ഏറ്റവും വലിയ വഴി കോൺട്രവേഴ്സികൾ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ രീതിയിലുള്ള കോൺട്രവേഴ്സികൾ ഇപ്പോൾ സൃഷ്ടിച്ചു,
അത് നന്നായിട്ട് എൻക്യാഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു മാർക്കറ്റിംഗ് തന്ത്രം എന്ന നിലയിൽ കൂടെയാണോ ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് 100% അല്ല എന്ന് പറയാൻ പറ്റൂല എന്നർത്ഥം. അപ്പോൾ എന്തായാലും നമ്മളിതിനെ കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. വല്ലാതെ ഇതൊരു മറയോ അല്ലെങ്കിൽ മസ്കിൻ്റെ ഒരു മാസ്കോ ഒക്കെ ആയിരിക്കാം. ഭാവി എന്താണ് നമ്മൾ കണ്ട് തന്നെ അറിയേണ്ടതാണ്. പെട്ടെന്ന് കയറിയിട്ട് ഇതിനെക്കുറിച്ച് നമ്മളൊരു അഭിപ്രായം പറയേണ്ടതില്ല, അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കേണ്ടതില്ല, വല്ലാതെ ഉയർത്തി കാണിക്കേണ്ടതൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഗ്രോക്കുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഗ്രോക്കിൽ നമ്മൾ ചില സെർച്ചുകൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ ഭൂമി പരന്നതാണ് എന്ന് ഖുർആനിൽ പറയുന്നുണ്ടോ എന്ന് ഗ്രോക്കിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രോക്ക് പറയുന്നത് അങ്ങനെ ഖുർആനിൽ എവിടെ ഇല്ല എന്നുള്ളതാണ്. അത് മെറ്റഫറായിട്ട് യൂസ് ചെയ്ത് ഉപമകളായിട്ട് യൂസ് ചെയ്തതാണ് എന്ന്. ഇപ്പോൾ സാധാരണ ഇവിടെയുള്ള ചില എക്സ് മുസ്ലിംസ് അല്ലെങ്കിൽ ഇസ്ലാം വിരോധികളായിട്ടുള്ള ആളുകൾ പലപ്പോഴും പിന്നെ ഖുർആനിനെ അല്ലെങ്കിൽ പ്രവാചകനെയൊക്കെ ഡീഫെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ പറയാറുണ്ടല്ലോ, ഇത്രയും സ്യൂഡോ സയൻസ് ഒക്കെ പറയുന്ന ഖുർആനാണ്. അപ്പോൾ അതിനൊക്കെ എതിരായിട്ടൊരു നിഷ്പക്ഷ മീഡിയ അല്ലെങ്കിൽ നിഷ്പക്ഷ മെഷീൻ ഇത് ഇങ്ങനെ നേരിട്ട് പറയുന്നു എന്നുള്ളതൊക്കെയാണ് അതിലൊരു രസം. പിന്നെ പക്ഷേ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഇത് അൺഫിൽറ്റേർഡ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ്. ഈ ഡീപ് സീക്കിൻ്റെ ഒരു കേസ് നമ്മളിപ്പോൾ ചൈനയിൽ ടിയാനൻമെൻ സ്ക്വയറിൽ എന്താണ് സംഭവിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറയാൻ എനിക്കറിയില്ല, അല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പറയില്ല എന്ന് പറയും. അല്ലെ അരുണാചൽ പ്രദേശ് ഏത് രാജ്യത്തിൻ്റെതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറയില്ല എന്ന് പറയും. പക്ഷെ അങ്ങനെ ഒരു സംഗതി ഇതിൽ കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പൊളിറ്റിക്സ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ മോദി അല്ലെങ്കിൽ ഈ BJP ഒക്കെ എതിർക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം നമ്മളിതിനെ ആഘോഷിക്കണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ പൊളിറ്റിക്സ് ഇത് ജനറലി ഉണ്ടാവേണ്ട ഒരു കാഴ്ചപ്പാടാണിത്. അതായത് നമ്മൾ എല്ലാ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾക്കും കയ്യാമം വെക്കപ്പെട്ട് മാസ്ക് ഇടപ്പെട്ട് നിൽക്കുന്നൊരു ജനതയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കൂരിരുട്ടിൽ അലയുന്നൊരു മനുഷ്യന് കിട്ടുന്ന ചെറിയൊരു മിന്നാമിന്നി വെട്ടം പോലും അയാൾക്ക് ഭയങ്കര ഫീലായിരിക്കും. സത്യത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു സെക്യുലറിസത്തെയും ജനാധിപത്യത്തെയൊക്കെ കൊന്നുകുഴിച്ചു മൂടി ഓരോന്നിനും ഇങ്ങനെ കബറൊരുക്കി പോണ ഒരു കാഴ്ചയുടെ ഇടയിൽ നിന്നുണ്ടാകുന്ന ഇങ്ങനത്തെ ചില സ്പാർക്കുകൾ ആളുകൾ ഭയങ്കരമായിട്ട് നെഞ്ചിലേക്ക് എടുക്കുകയാണ്. അത് നമ്മൾ ഉപേക്ഷിക്കണം എന്ന് ഞാൻ പറയണില്ല. പക്ഷേ ഈ പറയുന്നത് പോലും അജണ്ടയുടെ ഭാഗമാകാം. എസ്പെഷ്യലി മാഷ് പറഞ്ഞ പോലെ ലോകത്തെ ഏറ്റവും കണ്ണുള്ള, ഏറ്റവും കാഴ്ചപ്പാടുള്ള, ഏറ്റവും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രത്തെയും സംവിധാനത്തെയൊക്കെ ഉപയോഗിക്കുന്ന, മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ആളാണ് എലോൺ മസ്ക് എന്ന് പറയുന്നത്. ഒരു ബിസിനസ്മാനും എത്താത്ത ലോകത്തേക്കാൾ എത്തി. ഇവിടുത്തെ മൊത്തം ലോകരാജ്യങ്ങളുടെ ദീർഘകാലത്തെ എഫേർട്ടുകളുടെ റിസൾട്ടുകൾ അവിടെ എടുത്തു വെച്ചിട്ട് പിന്നെ സുനിത വില്യംസിനെ കൊണ്ടുവരാൻ അയാളുടെ ഒരു സാധനമാണ് കൊണ്ടുവന്നത്. അയാളുടെ എക്സാണ് കൊണ്ടുവന്നത്. അയാളുടെ എക്സിൻ്റെ ഒരു വഴിയാണ് യഥാർത്ഥത്തിൽ എടുക്കുന്നത്. അപ്പം അത്രയും കണ്ണുള്ള ഒരാൾ, അയാൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ട് തന്നെയാണത് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു റീച്ച് ഇതിൽ മാഷ് പറഞ്ഞ ഒരു ഭാഗം വളരെ പ്രധാനമാണ്. ഇപ്പോൾ നമ്മളൊക്കെ ഈ വിഷയം ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലോ, ഡിസ്കസ് ചെയ്യപ്പെടുന്നതാണ് അല്ലേ? ഇപ്പോൾ ഗ്രോക്ക് കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഉണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഈ ഡിസ്കഷനിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ഗ്രോക്ക് നമ്മളൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു നോക്കി. നമ്മളൊരു സ്ഥാനത്തേക്ക് വരുമ്പോൾ ഡീപ് സീക്ക് ഇതേപോലെയാണ്. ഡീപ് സീക്ക്, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയാം. ഡീപ് സീക്ക് വരുന്നത് എവിടെയാണ്? പിന്നെ ഡീപ് സീക്ക് എനിക്ക് വല്ല ആകർഷിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു 2000 ഉറുപ്പ്യ 1999 ഉറുപ്പ്യ നമ്മൾ പെയ്ഡായിട്ട് ChatGPTക്ക് കൊടുത്ത് ചെയ്ത് തരുന്ന 60% കാര്യങ്ങൾ ഡീപ് സീക്ക് എന്ത് ചെയ്യും? സൗജന്യമായിട്ട് നമുക്ക് തരും. അപ്പോൾ അത് വളരെ തന്ത്രപരമായൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അങ്ങനെ കൊടുത്താൽ എന്ത് ചെയ്യും? ഇത് സമൂഹത്തിലേക്ക് എത്തും എന്നുള്ളത്. അപ്പം ഇതിനെ വലിയൊരു അർത്ഥത്തിൽ അങ്ങനെ തന്നെ കാണേണ്ടതുള്ളൂ. എന്നാൽ ഈ പറയുന്ന പിന്നെ ഇപ്പം നിങ്ങളിവിടെ കോട്ട് ചെയ്ത ചില കാര്യങ്ങളുണ്ടല്ലോ, ഒരു ആൻറ്റി ഇസ്ലാം ക്യാമ്പയിനുകൾക്കിടയിൽ വളരെ സത്യസന്ധമായ ഡാറ്റ തരുന്നു എന്ന് പറയുമ്പോൾ അത് ലിബറലിസത്തിൻ്റെയും അതേപോലെ എലോൺ മസ്ക് ഒരു ലിബറലിസത്തിൻ്റെ ആളാണെന്ന് ഞാൻ പറയണില്ല. പക്ഷേ അതേ ആശയഗതിയിൽ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ് അദ്ദേഹം. അപ്പോൾ അവിടുന്ന് അങ്ങനെ ഒരു ഡാറ്റ വരുമ്പോൾ അതിലൊരു എന്തുണ്ട്? ഒരു കൗതുകമുണ്ട്. അതിപ്പോൾ പിന്നെ എന്താ പറയുക, ഇവിടുത്തെ ഒരു യുക്തിവാദിയുടെ മാസികയിലൊരു സാധനം അനുകൂലമായി വന്നാൽ കോട്ട് ചെയ്തെടുക്കണേ ഇതിൽ നമ്മളതിനെ എന്ത് ചെയ്യണുള്ളൂ? അതിനെടുക്കണുള്ളൂ. തിരിച്ചു വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഭൂമി പരന്നതാണ് എന്ന് ഈ പറയണ സംഭവം പറഞ്ഞിട്ടുണ്ട് എന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിലുള്ള കാര്യമൊന്നുമില്ല. അതൊരു അതോറിറ്റി ആയിട്ട് നമ്മളതിനെ യഥാർത്ഥത്തിൽ എടുക്കണില്ല. അപ്പം തീർച്ചയായിട്ടും നമുക്കിതിൽ ഇങ്ങനെ തന്നെ പറയാൻ കഴിയണം, ഇത് ചൂണ്ടലാണ്. ചൂണ്ടലറ്റത്തെ ഇരയെ തന്ന് കൂടുതൽ എടുക്കുന്ന ഒരു രീതിയൊക്കെ ആകാം എന്ന് തന്നെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത്.
എന്തായാലും ഒന്നാമത്തെ വിഷയം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഗ്രോക്ക് AI എന്നുള്ളത് ഒരുപക്ഷെ അതിൻ്റെ ബിസിനസ് തന്ത്രത്തിൻ്റെ ഭാഗമായിരിക്കാം, മറ്റെന്തെങ്കിലും കാരണങ്ങളായിരിക്കാം. അത് ഇപ്പോൾ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വിഷയം എടുക്കാൻ കാരണം.